വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമുക്ക് സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു വെള്ള തുണിയിലോ മറ്റോ ഇട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത് പിഴിഞ്ഞെടുത്താൽ മതി. അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ ജ്യൂസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണേ. ഇനി ഇത് നമുക്ക് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് മുഖത്ത് നേരിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ മുഖത്തത് പിടിക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, നമുക്ക് കുറച്ച് പഞ്ഞിയോ അല്ലെങ്കിൽ ആ ഒരു ജ്യൂസ് പിടിക്കുന്ന എന്ത് വേണമെങ്കിലും എടുക്കും. നമുക്ക് മേക്കപ്പ് ടൂൾ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് എന്ത് വെച്ച് മുഖത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഡാർക്ക് സ്പോട്ടിന് ഏറ്റവും ബെസ്റ്റാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടറ്റോ മാത്രമാണെങ്കിലും നമുക്കത് സ്ലൈസ് ചെയ്തിട്ട് ഈ ഡാർക്ക് സ്പോട്ട് കൂടുതലായിട്ടുള്ളിടത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് മാത്രമാണൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത 2 സ്റ്റെപ്പും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴുകാം. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ആയിക്കോളും. ഇനി നമുക്ക് സ്ക്രബിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനെന്തൊക്കെ വേണോ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ആ പൊട്ടറ്റോയുടെ ജ്യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെയിൻ ഇത് പൊട്ടറ്റോ ആണ് ഇന്നത്തെ 3 സ്റ്റെപ്പിൽ. ഇനി നമുക്ക് സ്ക്രബിങ്ങിനായിട്ട് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ കോഫി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നമുക്ക് സ്ക്രബ്ബറായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് അതും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ കൈകൊണ്ട് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം ആ ഒരു കോട്ടൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ജെൻ്റ്ലി അത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് യൂഷ്വലായിട്ട് നമുക്ക് കൂടുതലായിട്ട് എവിടെയാണോ ഡാർക്ക് സ്പോട്ട് ഉള്ളത് ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ എപ്പോഴും എന്ത് കാര്യം നമ്മൾ മസാജ് ചെയ്യുമ്പോഴും നമ്മുടെ മൂക്കിൻ്റെ ഭാഗവും താഴെയുടെ ഭാഗവും ചുണ്ടിൻ്റെ താഴെയും ചുണ്ടിന് മുകളിലും ഒക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തൊരു ബ്യൂട്ടി പാക്കാണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരു കംപ്ലീറ്റ് വൈറ്റനിങ് അല്ല, വൈറ്റൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ നമ്മൾ വെളുക്കത്തില്ല. അങ്ങനെ വെളുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കുള്ള കളർ അതിപ്പം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതുനിറമാണെങ്കിലും അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതും ഒന്ന് കഴുകി കളയാം. അപ്പോൾ ഞാൻ എന്താ ഫേസൊക്കെ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു അധികമായിട്ടുള്ള ഡേർട്ടൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഫേസ് പാക്കാണ്. അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പം 1 സ്പൂൺ 2 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ എത്രത്തോളം വേണോ അത്രത്തോളം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ തൈര്. അതും ഇപ്പോൾ ഒരു 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തൈരിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു സോഴ്സാണ് കേർഡ് എന്ന് പറയുന്നത്. കാരണം തൈരിലുള്ള ചില പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു കരുവാളിപ്പൊക്കെ മാറ്റി ഒന്ന് ലൈറ്റൻ ചെയ്ത് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ആ പൊട്ടറ്റോയുടെ ജ്യൂസ് തന്നെയാണ് ഒഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ബെസ്റ്റാണ്. നമ്മുടെ ഫേസ് ലൈറ്റൻ ചെയ്യും, ഈ ഒരു നമ്മുടെ ഒരു ഡാർക്ക് സ്പോട്ട് മാറി ഒന്ന് ലൈറ്റൻ ചെയ്തെടുക്കാൻ ഇത് ബെസ്റ്റ് പാക്കാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയൊരു റെമഡിയാണ് കേട്ടോ. നമ്മുടെ ഒരുവിധ എല്ലാ ഫേസിലെ പ്രോബ്ലത്തിനും നല്ലതാണ്. ഫേസിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിന് മൊത്തത്തിൽ നല്ലതാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതിപ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരു ആൾട്ടർനേറ്റീവിൽ ഒരുപാട് രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പിമ്പിൾസിനൊക്കെ പല രീതിയിൽ വേണം ഇത് യൂസ് ചെയ്യാനെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നല്ലതാണ്. ഈ ഡാർക്ക് സ്പോട്ട് മാറാനായിട്ട് സൂപ്പറാണ്.
അപ്പോൾ ഇത് നമ്മൾ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫേസ് ഡ്രൈ ആവുന്നത് വരെ, അതായത് ഒരുപാട് ഡ്രൈ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നില്ല, ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഏകദേശം ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മളത് കഴുകി കളയണം. എനിക്കിതിട്ടിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഫേസ് നല്ല സോഫ്റ്റായി. നമുക്ക് ഈ ഒരു കരിവാളിപ്പ് നമ്മുടെ ഫേസിൽ ഏത് ഭാഗത്താണോ ഒരുപാടുള്ളത് അവിടെ കുറച്ച് തോനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഫേസിൽ മൊത്തത്തിൽ ഇടാതെ ആ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് ചിലവുമില്ല. നമ്മൾ വാങ്ങുന്ന പച്ചക്കറിയിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി. നല്ലതാണ്. അരിപ്പൊടിയാണെങ്കിലും നല്ലതാണ്. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. എന്ത് കാര്യമാണെങ്കിലും നമ്മളൊന്ന് ഇതിന് പക്ഷേ പ്രത്യേകിച്ച് സമയമില്ല. നമ്മുടെ ഫേസ് ഡ്രൈ ആവാണ്ട് നോക്കണം. ഡ്രൈ ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ കഴുകി കളഞ്ഞാൽ മതി. വെളുക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുതേ. അതായത് ഇത് കണ്ടിട്ട് വെളുത്തില്ലല്ലോ എന്നാരും പരാതി പറയരുത്. നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധ പ്രോബ്ലംസ് എല്ലാം മാറി ഉള്ള സ്കിന്ന്, അതിന് വെളുപ്പാണെങ്കിൽ എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇത്തരം ഹോം റെമഡീസ് സൂപ്പർബാണ്. നമുക്ക് അല്ലാണ്ട് വേറെ മേക്കപ്പ് ടൂൾസോ അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. തണുത്ത തൈര് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നോർമൽ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്യാം. ഏകദേശം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കഴുകി കളഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ, ശരിക്കും ഞാൻ പൗഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലേ, അല്ലാണ്ട് കാണിക്കുന്നതാണ്. ഭയങ്കര വെളുപ്പായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും, പക്ഷേ ഭയങ്കര വെളുപ്പായിട്ടില്ല. നമുക്ക് ഏത് കളറാണോ ഉള്ളത് അതേ ഉള്ളൂ. പക്ഷേ നമുക്കിങ്ങനെ സ്കിന്നിൽ തൊടുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള ഫേസാണ്. ശരിക്കും നല്ല ബ്രൈറ്റൻ വരുന്ന കണ്ട നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന്. നമുക്കിത് ചെയ്തിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ടത് മനസ്സിലാവും. നല്ലതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആവും, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ പോവുകയും ഇത് വല്ലപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. എന്നാൽ അടിപൊളിയാണ്. നല്ല ഗ്ലോ കിട്ടും. നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ടേക്ക് കെയർ.